എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ കുറച്ചധികം ക്ലോത്ത് ഉണ്ടാവും അല്ലേ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള കുറച്ചധികം ക്ലോത്ത്. എന്നാൽ അതെല്ലാം എടുത്തോളൂ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് ഉപയോഗമായിട്ടുള്ളൊരു സാധനം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈജാമയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കളറ് ഫെയ്ഡായി പോയതാണ്. അപ്പോൾ അത് കാരണം അതിന് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് അതിൻ്റെ ഈ രണ്ട് കാലും നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അറിയാലോ, താഴ്വശം കുറച്ച് വീതി കുറവായിരിക്കും, മുകളിലേക്ക് കുറച്ചും കൂടി വീതി ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം ഒരേ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പൈജാമാസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും എന്ത് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല, പക്ഷേ കോട്ടൻ്റെ ക്ലോത്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പോളിസ്റ്റർ അങ്ങനത്തെ ക്ലോത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്ത് ഇടുമ്പോൾ നമ്മൾ വഴുക്കി പോകും. നമ്മൾ ചവിട്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിലത്തിടുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കാല് വെച്ച് ഇതാക്കുമ്പോൾ തന്നെ വഴുക്കി പോകും. പ്രത്യേകിച്ച് ടൈൽസിലും കൂടി ആകുമ്പോൾ വഴുക്കി പോകും. അപ്പോൾ അതുകൊണ്ട് വീഴാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഒട്ടും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എന്ത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് എടുക്കാം, അതുപോലെ സൽവാർ എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ എന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കോട്ടൻ്റെ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള വീതിക്കും വലുപ്പത്തിനും അനുസരിച്ചിട്ട് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുമ്പോൾ സൈഡിൽ നമ്മൾ താഴ്വശം, അതായത് പാൻറ്റിൻ്റെ താഴ്വശം മടക്കി തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ബാക്കി 3 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഏത് ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, 3 ഭാഗം സ്റ്റിച്ച് ചെയ്യുക, ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിടുക കേട്ടോ. ഇവിടെ ഞാൻ പിന്നെ ഏതായാലും പാൻറ്റിൻ്റെ താഴ്വശം ഓൾറെഡി മടക്കി തയ്ച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം ഓപ്പൺ ആക്കി വിട്ടിട്ട് ബാക്കി 3 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ 3 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒരു വശം നമ്മൾ ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്, ബാക്കി 3 വശവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചും കൂടി വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലോത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്താ പറയുക, കുത്തി നിറയ്ക്കരുത്. അതായത് ഇങ്ങനെ ചുളുക്കി കുത്തി അങ്ങനെ നിറയ്ക്കരുത്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചെയ്താലും സെയിം മെത്തേഡിൽ തന്നെ ആവും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടേക്ക് ഓരോ ഭാഗത്ത്, ചില ഭാഗത്ത് പൊങ്ങിയിരിക്കും, ചില ഭാഗത്ത് താഴ്ന്നിരിക്കും, അങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുപോലെ എന്താ വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ലെങ്ത്തിലും വിഡ്ത്തിലും കട്ട് ചെയ്യുക. പീസിനെയൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ തുണി മറച്ച് വെക്കാതെ, അതായത് തുണീൻ്റെ നല്ല വശം വെക്കാതെ തുണീൻ്റെ ചീത്ത വശം, അതായത് നമ്മൾ നേരത്തെ തയ്ച്ചെടുത്തിട്ടുള്ള, അതായത് 3 വശം തയ്ച്ചെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ ചീത്ത വശം വെക്കുക. ചീത്ത വശം വെച്ചിട്ട് നമ്മൾ ഒരേപോലെ തയ്ച്ചെടുത്തിട്ട്, അതായത് ഒരേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഓവർ കട്ടിയിൽ കൂടുതൽ വെക്കരുത്. ഓവർ കട്ടി കൂടുതൽ വെക്കുമ്പോൾ സാധാരണ മെഷീനിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ കൈ വെച്ച് സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ്, ഇത് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയാലും മതി, നമുക്ക് മെഷീനിൽ തയ്ക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ വെക്കാം. പിന്നെ പവർ മെഷീനൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കട്ടിയിൽ വെക്കാം. കാരണം പവർ മെഷീനിൽ നമുക്ക് ജീൻസ് വരെ മടക്കി തയ്ക്കാമല്ലോ. ഇപ്പോൾ പവർ മെഷീനാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കട്ടിയിൽ വെക്കാം. സാധാരണ മെഷീനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെക്കാം. ഇനി കൈ വെച്ച് നിങ്ങൾ തുന്നുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയിൽ നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഒരു കട്ടി വേണ്ടതെന്ന് വെച്ചാൽ ആ കട്ടിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മേൽക്ക് മേലെ ഇതുപോലെ തുണി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നമ്മൾ ചവിട്ടിയാണ് ചെയ്യുന്നത്. സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കിടക്ക പോലെയൊക്കെ ചെയ്യാം. അതായത് ബ്ലാങ്കറ്റ് പോലെയൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മമ്മ ഇതേപോലെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സാരി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാരി, ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും ക്ലോത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, തുണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. വലിയ രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്ലോത്ത് അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ഇത് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ കുട്ടികളുടെ ഡ്രസ്സ്, വലിയ ആളുകളുടെ ഡ്രസ്സൊക്കെ വെക്കുമ്പോൾ അതിൽ എലാസ്റ്റിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. കാരണം നമ്മൾ മെഷീനിൽ കയറുമ്പോൾ സൂചി പൊട്ടിപ്പോവും, എലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതായത് കട്ടി കൂടിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാം. എന്നതിന് ശേഷം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ മടക്കി എടുക്കുക. മടക്കി എടുത്തിട്ട് നമ്മൾ നല്ല വശം മറിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചീത്ത വശത്താണല്ലോ തുണി അടുക്കി വെച്ചിട്ടുള്ളത്, അതിനി ഉള്ളിലേക്കാണ് വരേണ്ടത്, പുറമേ ആണല്ലോ നല്ല വശം വരേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല വശം പുറത്തേക്ക് കിട്ടും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ കനം കുറച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ചീത്ത വശത്ത് തുണി അടക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വശം പുറത്തേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വശം പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ 3 വശമാണല്ലോ തയ്ച്ചിട്ടുള്ളത്, 4ാമത്തെ വശം നമ്മൾ തയ്ച്ചിട്ടില്ല. അപ്പോൾ 4ാമത്തെ വശം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് കറക്റ്റ്
ഒന്ന് ഒതുക്കി വെക്കുക. മടക്കി വന്നപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും, എന്നാലും ഒന്ന് ഒതുക്കി വെക്കുക. സൈഡ് അരികൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് നാലാമത്തെ വശം എന്ത് ചെയ്യുക വെച്ചാൽ ഉള്ളോട്ടേക്ക്, അതായത് തുണി ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വശം ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഹെമ്മിങ്ങിന് ചെയ്യുന്നത് പോലെ തന്നെ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. ഞാൻ വലിയ സൂചിയാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ള സൂചിയാണ് എടുത്തിട്ടുള്ളത്. സൂചിയിൽ 2 ഇഴയായിട്ട്, അതായത് സാധാരണ നമ്മൾ 1 ഇഴയായിട്ടാണ് സാധാരണ നൂലിടുന്നത്. ഇവിടെ നമ്മൾ 2 ഇഴയായിട്ട്, അതായത് 2 ഭാഗം, അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണ ത്രെഡ് ഒരൊറ്റ ത്രെഡ് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മളൊരു ത്രെഡ് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് അതിനെ മടക്കിയിട്ട് അതാണ് സൂചിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കുന്നത്. എന്നിട്ട് ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ട് ഹെമ്മിങ് ചെയ്യുന്ന പോലെ തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വശം നമ്മൾ തുന്നിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് കഴിഞ്ഞു. അതായത് ഇപ്പോൾ 4 വശങ്ങളും നമ്മൾ തുന്നി, നമ്മുടെ ഉള്ളിൽ തുണിയും വെച്ച് തുന്നി സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ട് കളയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള തുണി അങ്ങനെ നിൽക്കുകയാണ്. അതായത് പല വലുപ്പത്തിലും പല വീതിയിലും ഒക്കെയുള്ള തുണികളാണ്. നമ്മൾ മേലെ അടക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ചവിട്ടിയും അല്ലെങ്കിൽ പിന്നെ വാഷ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറി തെന്നിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്നെങ്കിൽ മെഷീനിൽ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ സ്റ്റിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കോളം പോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി മെഷീൻ ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സൂചി നേരത്തെ നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നൂല് കോർത്തെടുത്തില്ല, അതുപോലെ കോർത്തെടുത്തിട്ട് ഒരറ്റം കെട്ടിട്ട് കൊടുക്കുക. ഒരറ്റം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഏത് വശമാണോ നിങ്ങൾ നല്ല വശമാക്കി എടുക്കണമെന്ന് വെച്ചാൽ ചീത്ത വശം, അതായത് ഇപ്പോൾ ഏത് വശമാണോ നിങ്ങൾ നല്ലതാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ വശമല്ലാത്ത താഴത്തെ വശത്ത് സൂചി കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. മുകളിലേക്ക് എടുത്തിട്ട് അതിന് കുറച്ചൊന്ന് അടുത്തായും കൊണ്ട് സൂചി പിന്നെ ഒന്നും കൂടി താഴത്തേക്ക് താഴ്ത്തുക. എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ചിങ്ങനെ കെട്ടിട്ട് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുന്നിപ്പോയതിന് ശേഷം അവസാനം ലോക്ക് ചെയ്ത് കെട്ടിട്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം തുന്നിയിട്ട് കെട്ടിട്ടിട്ട് പിന്നെ അടുത്തത് തുന്നിയെടുക്കുക. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുക. അങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബാക്കിയുള്ള ക്ലോത്തൊക്കെ അവിടെ ഇങ്ങനെ അടങ്ങിയിരുന്നോളൂ കേട്ടോ, ഇളകി പോരില്ല. അപ്പോൾ ഒന്നെങ്കിൽ മെഷീൻ വെച്ചിട്ട് തുന്നിയെടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ ഇല്ലാത്തവർ സാധാരണ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുന്നുക. എന്തായാലും ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള തുണികളൊക്കെ ഒതുങ്ങിയിരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇളകി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകും. ഞാൻ മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതും പിന്നെ എന്താ പറയുക സാധാരണ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുന്നതും എങ്ങനെ ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ഇല്ലാണ്ടും ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്തില്ലേ 4 വശം മെഷീൻ ഉപയോഗിച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മെഷീൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് 4 വശം തയ്ച്ചാലും മതി. അപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ചവിട്ടി കഴിഞ്ഞാലും ഇളകി പോരില്ല. ടൈൽസിലൊക്കെ ഇട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോവില്ല. നമുക്ക് നല്ല സേഫായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ ചവിട്ടിയായിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക പില്ലോ ആയിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പില്ലോ ആയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ഉള്ളിൽ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിന് പകരം നിങ്ങൾ കുഞ്ഞു തുണിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ഞി വെച്ചിട്ടുള്ള പില്ലോ ചെയ്യുന്ന അതേ ഫീല് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കിടക്ക പോലെയൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഒത്തിരി ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സാരിയോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നിലത്തിരുന്ന് കളിക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.